ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും സീസൺ 3നെ കുറിച്ചുള്ളൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ 2ലെ ആർട്ടിസ്റ്റുകളെ ഒഴിവാക്കിക്കൊണ്ട് ഉപ്പുമുളകും സീസൺ 3ലേക്ക് പുതിയ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്നു എന്നൊരു വാർത്ത നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തൊരു വാർത്ത തന്നെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പുമുളകും സീസൺ 2ൽ കുറച്ച് എക്സ്ട്രാ കഥാപാത്രങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം വില്ലനായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തന്നെ പ്രേക്ഷകരിൽ നിന്ന് നല്ലൊരു എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകും ടീമിന്. പിന്നീട് സിറ്റ്കോമായ രീതിക്ക് അവർക്കൊക്കെ ഒരു പോസിറ്റീവ് കഥാപാത്രങ്ങളായി മാറ്റിയപ്പോൾ പ്രേക്ഷകർ എന്നിട്ട് സ്വീകരിക്കുക തന്നെ ചെയ്തു ആ കഥാപാത്രങ്ങളെയും. പക്ഷേ ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് സീസൺ 3 തുടങ്ങാൻ പോവുകയാണ്. സീസൺ 3ൽ ഇവരാരും തന്നെ ഉണ്ടാവത്തില്ല. അതായത് രാംകുമാർ, ഹൈമവതി, ദിയ എന്നീ 3 കഥാപാത്രങ്ങളും ഉണ്ടാവത്തില്ല. സീസൺ 2ൽ തന്നെ അവർ ഗൾഫിലേക്ക് പോണ പോലെയാണ് എൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ദിയ മുടിയൻ്റെ അടുത്ത് പോണ പോലെയും. ഇപ്പോൾ സീസൺ 3 തുടങ്ങുമ്പോൾ ഫ്രഷ് സ്റ്റാർട്ടായിട്ട് തുടങ്ങാൻ പോകുന്നത്, അതായത് രാംകുമാർ, ഹൈമവതി, ദിയ ഇല്ലാത്തതുപോലെ ചിലപ്പോൾ ഇവർ സീസൺ 2ൽ പോലും എക്സിസ്റ്റിംഗ് അല്ലാത്ത എന്ന രീതിക്ക് കഥ കൊണ്ടുപോകാനും ചാൻസ് ഉണ്ട്. അതായത് സീസൺ 2ൽ മുടിയൻ കല്യാണം കഴിച്ച് ആ സിറ്റുവേഷൻസൊക്കെ പാടെ ഒഴിവാക്കിക്കൊണ്ട് മുടിയനെ വീണ്ടും ഒരു ബാച്ചുലറായിട്ട് സീസൺ 3ൽ കാണിക്കാനും ചാൻസ് ഉണ്ട്. മുടിയൻ തിരിച്ചു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കഥാസന്ദർഭത്തിലും അങ്ങനെ കാണിക്കാൻ ചാൻസസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനു മുമ്പും ഈ ചാനലിൽ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ചക്കപ്പഴം സീസൺ 1ൽ സുമേഷ് എന്നൊരു കഥാപാത്രത്തിന് ഓൾറെഡി കല്യാണമൊക്കെ കഴിഞ്ഞതായിരുന്നു സീസൺ 1ൽ തന്നെ. പിന്നീട് സീസൺ 2 ആരംഭിക്കുമ്പോൾ ഒരു റീസ്റ്റാർട്ട് പോലെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സുമേഷിന് കല്യാണമൊന്നും കഴിയാത്ത രീതിക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് ഏകദേശം അത് അവസാനിച്ചത്. അപ്പോൾ അതുപോലത്തെ ഒരു സ്റ്റാർട്ട് ഉപ്പുമുളകിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് ദിയ, രാംകുമാർ, ഹൈമവതി എന്നീ 3 കഥാപാത്രങ്ങൾ എക്സിസ്റ്റിംഗ് അല്ലാത്തതുപോലെ തന്നെ സീസൺ 3 ആരംഭിക്കാനും ഹൈലി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും ഷോയിൽ നിന്ന് പോകുമ്പോൾ മുടിയനും തുടക്കകാലഘട്ടം ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷോയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കുറവ് അനുഭവപ്പെടും. അവരും ബാലുവും നീലും 4 പിള്ളേർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ കഥാപാത്രങ്ങളെ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതായത് ഇതുവരെ സീസൺ 1ലും 2ലും വരാത്ത കഥാപാത്രങ്ങളായിട്ട് പുതിയ കഥാപാത്രങ്ങൾ ഉപ്പുമുളകും സീസൺ 3ൽ വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. മാത്രമല്ല സിദ്ധു എന്നൊരു കഥാപാത്രം ഉറപ്പായിട്ടും സീസൺ 3ൽ തുടക്കത്തിൽ തന്നെ വന്നിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ടായിട്ട് വരില്ലെങ്കിലും ഇടയ്ക്ക് കുറച്ച് എപ്പിസോഡുകൾ വന്നിട്ട് വീണ്ടും ഗൾഫ് പോകുന്ന പോലെയൊക്കെ കാണിക്കാനാണ് ഹൈലി ചാൻസസ്. ഏതായാലും ഉപ്പുമുളകിൽ ഓൾറെഡി ഉള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരാനാണ് ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവന്നാലും അവരെ നെഗറ്റീവായിട്ട്, അതായത് രാംകുമാർക്കും ഹൈമവതിക്കും കൊടുത്തതുപോലത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ കൊടുക്കാതെ പോസിറ്റീവായിട്ട് സീസൺ 1ലെ പോസിറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ പോലെയുള്ള ക്യാരക്ടർ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. പ്രേക്ഷകർ ഉറപ്പായിട്ടും സ്വീകരിക്കും എന്നുള്ളത് കൺഫേമാണ്. ഉദാഹരണത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാസി എന്നൊരു കഥാപാത്രം ഒരു വില്ലൻ എന്നൊരു കഥാപാത്രം പോലെയാണ്. പക്ഷേ അതൊരു ഫണ്ണി രീതിക്ക് അവതരിപ്പിക്കുമ്പോൾ അടിപൊളിയായിട്ട് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്താണ്. ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ക്യാരക്ടറും കൂടിയാണ് ഇപ്പോൾ മുളകിൽ ബാസി എന്നൊരു കഥാപാത്രം. അതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ മുളകിൽ ദിയ, രാംകുമാർ, ഹൈമവതി എന്നീ കഥാപാത്രങ്ങളാണോ വേണ്ടത്, അതോ പുതിയ കുറച്ച് ഫ്രഷ് കഥാപാത്രങ്ങളാണോ വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.